ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി, ആദിമസഭയുടെ ചരിത്രം. സഭ ആദ്യമായി ഉണ്ടായത് ആദ്യം സുവിശേഷം പ്രസംഗിച്ച യെരുശലേമിലാണ്. ആദ്യം സഭയിൽ 3000 പേരുണ്ടായിരുന്നു. പിന്നീട് അത് 5000 പിന്നെയും അത് വലിയ സംഖ്യയായി. ആ സഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും യഹൂദന്മാരുമായിരുന്നു. അങ്ങനെ യെരുശലേമിൽ ഒരു വലിയ സഭയുണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം, യെരുശലേമിലെ സഭയുടെ പ്രാധാന്യം കുറയുകയും അന്ത്യോക്യയിലെ സഭയ്ക്ക് പ്രാധാന്യം കൂടുകയും ചെയ്യുന്നു. യെരുശലേമിൽ മാത്രം സുവിശേഷം പ്രസംഗിച്ചിരുന്നുവെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തുടരുമ്പോൾ അതിൽ സുവിശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രസംഗിക്കപ്പെടുന്നതും ആളുകൾ വിശ്വസിക്കുന്നതും നാം കാണുന്നു. ആദ്യ സഭയിൽ യഹൂദന്മാർ മാത്രമേ ഉള്ളുവെങ്കിൽ പിന്നീട് സഭയിൽ ജാതികളായവരും ചേർന്നു. അതാണ് അന്ത്യോക്യ സഭയിൽ ഉണ്ടായത്. 12-ാം അധ്യായത്തിൽ യെരുശലേമിൽ നടന്ന കാര്യങ്ങൾ, പത്രോസിൻ്റെ കാരാഗ്രഹവാസം, ഇതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ നടക്കുന്ന കാര്യം, പൗലോസിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം, അതിനാണ് പ്രാധാന്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യത്തെ ചില അധ്യായങ്ങൾ പത്രോസിന് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ പകുതിയിൽ പൗലോസിനും പൗലോസിൻ്റെ ശുശ്രൂഷകൾക്കുമാണ് പ്രാധാന്യം. ഇനി ഞാൻ 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കാം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നിഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടു കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. അന്ത്യോക്യയിലെ സഭയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേര് പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അവിടെ ബർന്നബാസിൻ്റെ പേര് ആദ്യം പറഞ്ഞിരിക്കുന്നു, അവസാനം പറഞ്ഞിരിക്കുന്ന പേര് ശൗലിൻ്റെയാണ്. ഇവർ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ ആയിരുന്നു. ഇതിനു മുമ്പ് 1 വർഷത്തോളം ബർന്നബാസും ശൗലും അന്ത്യോക്യയിലെ സഭയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ആ ശുശ്രൂഷയുടെ ഫലമായി അന്ത്യോക്യയിൽ ഉള്ള ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അവരുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ട്. അവരുടെ ജീവിതശൈലി, അവരുടെ പെരുമാറ്റം, ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കിയ ആ നാട്ടുകാർ അവരെ ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു പുതിയ പേരിൽ വിളിക്കാൻ തുടങ്ങി. ആ ശുശ്രൂഷയുടെ മറ്റൊരു ഫലമാണ് നാം 13-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. ഇവിടെ ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരുമായ ചില സഹോദരന്മാരുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായി. അത് ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും ശുശ്രൂഷയുടെ ഫലമായിട്ടാണ്. 1 വർഷക്കാലം ആരും അറിയാതെ ഒരു സഭയിൽ ദൈവവചനം ശുശ്രൂഷിച്ചതിൻ്റെ ഫലമാണ് 13-ാം അധ്യായത്തിൽ നാം കാണുന്നത്. എന്ന് മാത്രമല്ല, ആ സഭ വളരുന്ന സഭയാണ്, ആരാധിക്കുന്ന സഭയാണ്, ഉപവാസവും പ്രാർത്ഥനയുമുള്ള സഭയാണ്. ഇതിനെല്ലാം പുറമെ മിഷണറിമാരെ അയക്കുന്ന ഒരു സഭയുമായി തീർന്നു. അവിടെ അവർ ആരാധിച്ചുകൊണ്ടിരുന്നു, ഉപവസിച്ചുകൊണ്ടിരുന്നു. ഈ 2 കാര്യം അവർ ചെയ്തു. ദൈവത്തെ ആരാധിക്കുക എന്നത് വിശ്വാസികളുടെ കടമയാണ്, അല്ലെങ്കിൽ അത് അവരുടെ സ്വാഭാവികമായൊരു പ്രതികരണമാണ്, ദൈവത്തെ ആരാധിക്കുക. കാരണം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അവർക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെക്കുറിച്ച് അവർ ഓർക്കുമ്പോൾ അവർക്ക്
ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് മനസ്സിലാകുമ്പോൾ അവർ തീർച്ചയായും ദൈവത്തെ ആരാധിക്കും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരിടത്തും ആരാധന ക്രമത്തെക്കുറിച്ച് എഴുതിയിട്ടേ ഇല്ല. പക്ഷേ യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടായിരുന്നിടത്തൊക്കെ അവർ ദൈവത്തെ ആരാധിച്ചതായിട്ട് നമുക്ക് കാണാം. ഇവിടെ അതാണ് സംഭവിച്ചത്. അവർ ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ഉപവാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ്. കാരണം അതിൻ്റെ അടുത്ത ഭാഗം, അതായത് 3-ാം വാക്യത്തിൽ അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു എന്ന് വായിക്കുന്നു. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും അത് ഒരുമിച്ച് വരുന്ന ഒരു പ്രയോഗമാണ്. ഇവിടെ ഉപവാസം എന്ന് പറയുന്നത് രണ്ടും ചേർത്തുള്ള ഒരു പ്രയോഗമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവർ ആരാധിക്കുകയും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരോട് സംസാരിച്ചു. ദൈവം പറഞ്ഞത് 2 പേരുടെ കാര്യമാണ്, ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും കാര്യം. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ ദൈവം ഈ 2 പേരെയും ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അതെപ്പോഴാണ് വിളിച്ചിരിക്കുന്നത്? അന്ത്യോക്യയിലെ ഈ പ്രാർത്ഥനായോഗത്തിലല്ല അവരെ വിളിച്ചത്. അവരെ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം ഗലാത്യ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ വിളിച്ച് വേർതിരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അവരെ നേരത്തെ വിളിച്ചിട്ടുണ്ട്. പൗലോസ് മാനസാന്തരപ്പെട്ട ഉടനെ തന്നെ പൗലോസിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യം ദൈവം അവനെ സ്നാനപ്പെടുത്തി അനന്യാസിന് വെളിപ്പെടുത്തി കൊടുത്തത് നാം വായിച്ചതാണ്. അപ്പോൾ പൗലോസിനെക്കുറിച്ച് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ദൈവം ഓൾറെഡി വെളിപ്പെടുത്തി കൊടുത്തു. അത് ബർന്നബാസിൻ്റെ കാര്യത്തിലും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവം പറയുന്നത്, ഞാൻ അവരെ ഒരു പ്രത്യേക വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അവരെ അതിനു വേണ്ടി വേർതിരിക്കുക. അതായത് അന്ത്യോക്യ സഭയോട് ചേർന്ന് അവരെ വചനം പഠിപ്പിക്കുന്ന ശുശ്രൂഷയാണ് അവർ ചെയ്തിരുന്നത്, നല്ല കാര്യം. പക്ഷേ ഞാൻ വേറൊരു ശുശ്രൂഷയാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇനി അവർ അത് ചെയ്യട്ടെ. അപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനം ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നല്ല. ചിലപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ഇതിലും ശ്രേഷ്ഠമായ ഒരു കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് അതിനുവേണ്ടി നമ്മോട് കൽപ്പിക്കുമ്പോൾ നാം അതനുസരിക്കണം. ഇവിടെ അതാണ് ഉണ്ടായത്. അവർ അതനുസരിച്ചു. പൗലോസിനെയും ബർന്നബാസിനെയും അവർ വേലയ്ക്കായി വേർതിരിച്ചു. അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെ അന്ത്യോക്യ സഭയിൽ നിന്ന് പറഞ്ഞയക്കുകയാണ്. വളരെ വിശ്വസ്തരായി അവരെ വചനം പഠിപ്പിച്ച് ഈ 2 പേരെയാണ് അവർ പറഞ്ഞയക്കുന്നത്. അയ്യോ, കഷ്ടമല്ലേ അവർ പോകുന്നത്, നിങ്ങൾ പോയാൽ ഇനി ഇവിടുത്തെ കാര്യം എങ്ങനെ നടക്കും? അല്ല, പരിശുദ്ധാത്മാവാണ് അവരെ പറഞ്ഞയക്കുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. അവർ അവരെ അയച്ചു. ഇനി അവർ യാത്ര ചെയ്യുന്നതാണ് 4-ാം വാക്യം മുതൽ നാം വായിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കണം, ഇതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ 1ാമത്തെ മിഷണറി യാത്ര. അതിൻ്റെ തുടക്കമാണിത്. പല ബൈബിളുകളിലും ഇതിൻ്റെ തലക്കെട്ട് അങ്ങനെയാണ്, 1ാം മിഷണറി യാത്ര എന്ന് തന്നെയാണ്. അതൊന്നും ലൂക്കോസ് എഴുതിയതല്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ഏതായാലും ഈ യാത്ര തുടങ്ങിയത് എങ്ങനെയാണ് എന്നിവിടെ എഴുതിയിരിക്കുന്നു. അവർ സെലൂക്കിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്നു. യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. അപ്പോൾ ഈ ആദ്യത്തെ 2 സ്ഥലത്ത് അവരൊന്നും ചെയ്തില്ല. എന്നാൽ സലമീസിൽ ചെന്നപ്പോൾ അവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി ദൈവവചനം അറിയിച്ചു. ആദ്യത്തെ ഇവരുടെ ശുശ്രൂഷ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി പ്രസംഗിക്കുക എന്നതായിരുന്നു. അതാണ് 1ാം മിഷണറി യാത്രയിൽ അവർ ചെയ്തത്. അതായിരുന്നു അവരുടെ പാറ്റേൺ. എവിടെ യഹൂദന്മാരുടെ പള്ളിയുണ്ടോ അവിടെ പോവുക, യഹൂദന്മാരോട് നസ്രായനായ യേശുവാണ് മശീഹ എന്ന് വ്യക്തമായി പറയുക. അതാണ് അവർ ചെയ്തത്. അത് എവിടെയൊക്കെ ചെയ്തു എന്നാണ് 1ാം മിഷണറി യാത്രയിൽ നാം കാണുന്നത്. ഇനി അതിൻ്റെ അവസാനം ഒരു കാര്യം കൂടെ നാം കാണുന്നു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. ഈ യോഹന്നാൻ, മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ, ഇവരുടെ കൂടെ യെരുശലേമിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ അവരുടെ കൂടെ ഒരു മിഷണറി യാത്രയ്ക്കായി പോവുകയാണ്. അവരുടെ സഹായിയായി യോഹന്നാൻ പോകുന്നു. സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പടരുവാനുള്ള ഒരു യാത്രയുടെ തുടക്കം ഇവിടെ കാണുന്നു. ഇത് സംഭവിക്കുവാനുള്ള ഏക കാരണം ഒരു സഭയിലുള്ള നേതൃത്വം പരിശുദ്ധാത്മാവിൻ്റെ
നടത്തിപ്പിന് കീഴടങ്ങി എന്നുള്ളതാണ്. അവരുടെ വിസ്ഡമായിരുന്നെങ്കിൽ, അവരുടെ ബുദ്ധി വെച്ചാണെങ്കിൽ പൗലോസും ബർന്നബാസും ആ സഭയിൽ വചനം പഠിപ്പിച്ച് പാസ്റ്റർമാരായി കൂടിയനെ. പക്ഷേ അവർ ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്ന വിശേഷപ്പെട്ട കർത്തൃദാസന്മാരാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ യാതൊരു മടിയും കൂടാതെ അവരെ പറഞ്ഞയച്ചു. അങ്ങനെ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു സഭയായിരുന്നു അന്ത്യോക്യ സഭ. നമ്മുടെ സഭകളും അങ്ങനെയായി തീരുവാൻ ഇടയാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.